മനുഷ്യന്റെ ഓർമ്മശക്തി അവർ ഡിജിറ്റൽ ഡാറ്റയിൽ അവർ പറയുന്നത് 2.5 മില്യൺ GB ആണ്. അതായത് 25 ലക്ഷം GB ആണ് മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡിൽ 38,000 ട്രില്യൺ ഓപ്പറേഷൻ അതിന് നടത്താൻ സാധിക്കും എന്നുള്ള. 38,000 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് വെച്ചാൽ 1,00,000 കോടിയാണ്. അത്തരത്തിൽ 38,000 ട്രില്യൺ ഓപ്പറേഷൻ ആ കമ്പ്യൂട്ടർ നടത്താൻ സാധിക്കും. ഇപ്പൊ ഇന്ന് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് പോലും അതിന്റെ 0.02% മാത്രമേ നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത്രയും സങ്കീർണമായിട്ടുള്ള തലച്ചോറ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുകയാണ്. എന്തിനാണ് നൽകിയതെന്ന് വെച്ചാൽ ഈ സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ പഠിക്കാനും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനും അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ ഗ്രന്ഥത്തെ അറിഞ്ഞ് അവനിലേക്ക് അല്ലെങ്കിൽ അവന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഉപകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ തലച്ചോറ് മാത്രമല്ല, മറ്റുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ലോകത്തുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ, അതായത് ഇന്നുള്ള ഫേസ്ബുക്കും യൂട്യൂബും, അതായത് കോടിക്കണക്കിന് കമ്പനികളിലുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ ഒരു തുള്ളി DNA കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിലുള്ള അത്ഭുതം എത്രയാണ്. ഇന്നേ വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും കൈവരിച്ചിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും 4 ഗ്രാം DNA അകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത്രയും സൂക്ഷ്മമായിട്ടുള്ള അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത്രയും വലിയ സങ്കീർണതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള.